ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ പോണേ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോംബോയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു രണ്ട് റെസിപ്പീസാണ്. അപ്പോൾ ആദ്യം നമുക്ക് കറി റെഡിയാക്കാം. കുറച്ച് സോയ ഇരിപ്പുണ്ട്, അതാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. ഒരു 200 ഗ്രാമിൻ്റെ പാക്കറ്റ്, അതിനകത്തുനിന്നൊരു ഏകദേശം പകുതിയോളം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം, സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ചെറിയ സോയ ഗ്രാനുവൽസ് ആണ്, ചിലത് കുറച്ച് വലിയ വലിയ പീസുകളായിട്ടുള്ളതും കിട്ടുമല്ലോ. പിന്നെ ആദ്യം 1-2 പ്രാവശ്യം ഒന്ന് കഴുകുക. അതിനകത്ത് ചെറിയ പൊടിയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി, ഒരുപാട് വേവൊന്നും വേണ്ട. ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ അത് സോഫ്റ്റ് ആയിക്കോളും. ഈ ഒരു രീതിയിൽ തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വെള്ളം ഊറ്റിയെടുക്കാം. ഓക്കെ, ഇത് വെള്ളം ഊറ്റി കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സോയ നന്നായിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് പിഴിഞ്ഞ് ഇതിനകത്തുള്ള വെള്ളമെല്ലാം നല്ലപോലെ അങ്ങ് കളയണം കേട്ടോ. എന്നിട്ട് വേണം കറി വെക്കാൻ എപ്പോഴും. അല്ലെങ്കിൽ നമ്മൾ കറി റെഡിയാക്കുന്ന സമയത്ത് ഇതിനകത്ത് മസാലയൊന്നും പിടിക്കത്തില്ല. നമ്മൾ കഴിക്കുമ്പോഴായാലും ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ചുവയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ എപ്പോഴും നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം മാത്രം വേണം കറി ഉണ്ടാക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ കറിക്ക് വേണ്ട 2 സവോള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞു, 1 തക്കാളി, 2 ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ച് 2-3 എണ്ണമൊക്കെ എടുക്കാം. അതിങ്ങനെ ക്യൂബ്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. എരിവിനനുസരിച്ച് 1-2 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു മീഡിയം സൈസിലുള്ളൊരു കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചും വെച്ചു. അപ്പോൾ നമ്മൾ സോയ കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഇതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മൾ കീമ പോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു 1/4 ഭാഗത്തോളം കേട്ടോ. നല്ലപോലെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ സാധാരണ സോയ കറി ഉണ്ടാക്കുന്നേക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് അരച്ച് ഒരു കീമ പോലെ കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്യാം. ഒന്ന് അടിക്കുമ്പോൾ തന്നെ ഇതുപോലെ അരഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇത് കറി ആക്കാം. ഒരു കുക്കർ വയ്ക്കുക. പ്രഷർ കുക്കറിലാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പം ഒരു ചെറിയ കഷ്ണം പട്ടയും 2-3 ഏലക്ക ഇട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച 2 സവോള, 1-2 പച്ചമുളകും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. സവോള വാടണം നല്ലതായിട്ട്. ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചപ്പും കൂടി അങ്ങ് മാറണം. സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വാടി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. സോയയിൽ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, എന്നാൽ ഒരുപാട് മസാല പിടിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, മുളക് പൊടിയൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ചുവ വരും, പിന്നെ ഭയങ്കര എരിവുമായിരിക്കും. ഓക്കെ, കുറച്ച് ഗരം മസാലയും അല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീൻ മസാലയോ ഏതെങ്കിലും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 1 ടീസ്പൂണും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി പൊടികളുടെ ഒരു ചുവയങ്ങ് മാറണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച 1 തക്കാളിയും അരച്ചു വെച്ച സോയ ഉണ്ടല്ലോ, കീമയാക്കി വെച്ച സോയയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയതിന് ശേഷം വേണം ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം തക്കാളി ചെറുതായിട്ട് ഒന്ന് സോഫ്റ്റായി ഒന്ന് വെന്ത് വന്നു. ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് 2 എണ്ണം, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ച ബാക്കി സോയ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ വെള്ളം പിഴിഞ്ഞാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വലിയ സോയ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, നന്നായിട്ട് വെള്ളം പിഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. അപ്പോഴാണ് ചെറിയ പീസ് ആകുമ്പോഴാണ് അതിനകത്ത് നല്ലപോലെ മസാലയൊക്കെ പിടിക്കുന്നത്. എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തു. ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ മസാലയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം മതി കേട്ടോ. ഒരുപാട് ഗ്രേവി ആയി പോവാതെ നോക്കണം. സോയൊക്കെ വെക്കുമ്പം ഒത്തിരി വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊരു സെമി ഗ്രേവി രീതിയിലായിരിക്കും എപ്പോഴും നല്ലത്. ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചൊരു 3 വിസിൽ വേവിക്കും.
അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ദോശയാണ് കേട്ടോ. അപ്പം ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ കുറച്ച് ബീട്രൂട്ടും കൂടി അരച്ച് ചേർത്തൊരു ബീട്രൂട്ട് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ബീട്രൂട്ട് ദോശ? നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടാവുകയും ചെയ്യും, കാരണം നല്ല കളർഫുള്ളാണ്, ഭയങ്കര ഹെൽത്തിയുമാണല്ലോ. അപ്പോൾ ഞാൻ ഒരു ചെറിയ ബീട്രൂട്ട് ഫുൾ എടുത്തിട്ടുണ്ട്. അത് മിക്സി ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. അപ്പോൾ ഞാനത് അരച്ച് ദോശമാവിൽ ചേർത്ത് കഴിഞ്ഞു കേട്ടോ. ഇടയ്ക്ക് ക്യാമറ ഒന്ന് പണിമുടക്കി, അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ഇതിനകത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചുട്ടെടുക്കാം. ദോശ പാൻ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് മാവ് ഒഴിച്ചിട്ട് പരത്തിയെടുക്കാം. ഇത് കനം കുറച്ച് ആയിട്ടുള്ള ദോശ, കുറച്ച് തിന്നായിട്ടുള്ള ക്രിസ്പി ദോശ ഉണ്ടല്ലോ, അതാണ് കൂടുതൽ നല്ലത് കേട്ടോ. കാരണം ഇത് തിരിച്ചിടത്തില്ല. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കളർ പോവും, മുകളിലത്തെ ഒരു കളർ മാറി ചെറിയൊരു ബ്രൗൺ കളർ പോലെ വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു സൈഡ് മാത്രം കുക്ക് ചെയ്യുന്ന ദോശയാണ് ഇതിന് നല്ലത്. കാണാനൊരു ഭംഗിയൊക്കെ അതാണ് കേട്ടോ. കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം. നെയ്യ് ഒഴിവാക്കല്ലേ കേട്ടോ, കാരണം ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഹെൽത്തിയുമാണ്, നമുക്കായാലും ഹെൽത്തിയാണ്. പിന്നെ ബീട്രൂട്ട് ദോശയുടെ കൂടെ ഒരു ഇച്ചിരി നെയ്യും കൂടി വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇതുപോലെ ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കത് എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചിടുന്നില്ല, ഇതുപോലെ തന്നെ ഇങ്ങ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കളർഫുൾ ബീട്രൂട്ട് ദോശ റെഡി. ഈ ബീട്രൂട്ടിൻ്റെ ചൊവയൊന്നും ഉണ്ടാകത്തില്ലേ? ചിലർക്കൊരു അങ്ങനെ ഒരു സംശയം തോന്നാം. ഒട്ടും ചൊവയൊന്നും കാണത്തില്ല, നമുക്ക് അറിയാനേ പറ്റില്ല. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ചെറിയൊരു മധുരം ഉണ്ടല്ലോ ബീട്രൂട്ടിന്, അപ്പോൾ അതും കൂടിയൊക്കെ വരുമ്പം ദോശ സൂപ്പറായിരിക്കും. ആ സമയം കൊണ്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ സോയ കറി ഇതുപോലെ ഒന്ന് കീമ പോലെ ആക്കിയിട്ട് അരച്ച് ചേർത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കൊക്കെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി. അപ്പോൾ ദോശയും കൂടി ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡിന്നറ് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കോംബോയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ദോശയിൽ ഇതുപോലെ ബീട്രൂട്ട് മാത്രമല്ല, സ്പിനാച്ചും ക്യാരറ്റും ഒക്കെ അരച്ച് ചേർത്ത് നമുക്ക് കൂടുതൽ ഹെൽത്തി ആക്കാം. അപ്പോൾ ഈ ഒരു കോംബോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.